എന്നതാണോ? ഒരു തസ്കിയത്ത് ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനത്തെ ആർക്കാണോ കൊടുക്കുന്നത് ആ കൊടുക്കപ്പെടുന്നവരിൽ നിന്ന് ഒരു പ്രത്യുപകാരവും അയാൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അത്യുന്നതനായ അല്ലാഹു റബ്ബിന്റെ ഒരു പ്രീതി മാത്രമാണ് അയാൾ എന്തെങ്കിലും സമൂഹത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനത്തവനെ പറ്റിയിട്ട് അല്ലാഹു തആല പറയുന്നത് വലസൗഫയർദ, അവർക്ക് പിന്നെ തൃപ്തി ഉണ്ടാകുമെന്ന്. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരാള് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനം ചെയ്തു കൊടുത്തു, ഒരു വീടുണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ മറ്റൊരാളുടെ മകളുടെ വിവാഹത്തിനോ മറ്റോ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു. ഇനി അതൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ അയാള് BEd എല്ലാം കഴിഞ്ഞ് അയാൾ സ്കൂൾ എവിടെയോ റെഡിയാക്കി, കുറച്ച് പൈസ വേണം അയാൾക്ക്. അയാള് ഒരു സഹായക്കുറി നിശ്ചയിച്ചു. അങ്ങനെ അയാൾ സഹായക്കുറിയൊക്കെ നിശ്ചയിച്ച് അയാൾ സ്കൂളൊക്കെ നേടി വാങ്ങിയെടുത്ത് അയാൾ സാലറിയൊക്കെ വാങ്ങി അല്പം സ്റ്റാൻഡേർഡിലെത്തി ഇങ്ങനെ പോകുമ്പോഴാണ് ഈ സഹായക്കുറിയിൽ പങ്കെടുത്ത വ്യക്തിക്കൊരു ഒരു അഭിപ്രായം, നമ്മളിൽ നിന്നെല്ലാം ഒരുപക്ഷെ വരുന്ന ഒരു അഭിപ്രായങ്ങളാണ്. ഒരു അറിവും ഒരു നന്ദിയും അവനിക്കില്ല. ഇന്നവൻ ഉഷാറായി പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ, ഇങ്ങനെ ഒരു ആശയം നമ്മളിലേക്ക് ഉദിച്ചു വരുന്നത്? നമ്മൾ ആ ചെയ്ത പ്രവർത്തനത്തിൽ നമ്മൾ എന്തോ ഒരു പ്രത്യുപകാരം, എന്തോ ഒരു റെസ്പെക്ട് നമ്മളെ മനസ്സിൽ ഉണ്ടാകണമെന്ന് കരുതിപ്പോയി. അവിടെ വജ്ഹുല്ല ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് നിരാശ ഉണ്ടാകുന്നത്. ഒരേ ഭാര്യ തന്റെ ഭർത്താവുമായി പിണങ്ങിപ്പോയി, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുമായി പിണങ്ങിപ്പോയി. ഒരു പറയാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയത്, അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇത്രേക്കാലം ഞാൻ സ്നേഹിച്ചത് ഇതിനു വേണ്ടിയായിരുന്നോ എന്നുള്ളൊരു ചോദ്യം, ഒരു നിരാശ. അവിടെയും ആ മനുഷ്യന് നിരാശ, അവർക്ക് ഉണ്ടാകേണ്ടതില്ല നിരാശ. എന്തുകൊണ്ടെന്നാൽ ആ സ്നേഹം അത് പടച്ചോന്റെ മാർഗത്തിലുള്ള സ്നേഹം, അതുവരെ സ്നേഹിച്ചതിന് പ്രതിഫലം, അതുവരെ വളർത്തിയതിന് പ്രതിഫലം അവിടെ ഒരു നിരാശയും അവർക്കുണ്ടാവുകയില്ല. നിങ്ങൾ നോക്ക്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ഭക്ഷണങ്ങൾ നൽകുന്നവര്, അവരുടെ ആ ഇഖ്ലാസിനെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്. ഞങ്ങള് അവർക്ക് ഭക്ഷണം നൽകിയത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, അവരിൽ നിന്നൊരു നന്ദിയോ ഒരു പ്രത്യുപകാരമോ ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടല്ല അത് കൊടുത്തത്, ഞങ്ങൾ നൽകിയത്. ഇതാണ് ഒരു യഥാർത്ഥത്തിൽ പടച്ചവന്റെ വജഹ് ഉദ്ദേശിക്കുന്ന ആളുടെ ലക്ഷ്യമെന്ന് അല്ലാഹു തആല പറയുന്നു. ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ഉണ്ടാകരുത് നമ്മുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ.